ഇത് നല്ലൊരു ഓഫർ അല്ലേ? ഇത് 5000 രൂപയ്ക്ക് iPhone 11 നിങ്ങൾ റെഡിയാക്ക് അല്ലേ? ഞാൻ ഭയങ്കരമായിട്ട് തള്ളി മറിക്കുകയാണെന്ന് ഗൈസ്. 2 പീസും എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ. iPhone 11 2 പീസും ഉണ്ട്. 5000 രൂപയ്ക്കാണ് iPhone 11. ഒരിടത്ത് കിട്ടത്തില്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഭീമാപള്ളിയുടെ സെക്കൻഡ് ഗേറ്റിൻ്റെ മുൻവശത്താണ്. ഇപ്പം തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്ന് ഒരു 6 കിലോമീറ്ററോളം ദൂരം വരും ഭീമാപള്ളിയിലെത്താനായിട്ട്. അതിൻ്റെ സെക്കൻഡിനെ തൊട്ടടുത്തായിട്ട് ഒരു ട്രാൻസ്ഫോമർ കാണും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ലിലു എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കാണും. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ HDKൻ്റെ സ്ഥാപനമുണ്ട്. ഒരുപാട് കസ്റ്റമേഴ്സ് എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് കോഴിക്കോട്, കാസർഗോഡ്, അവിടെ നിന്ന് എല്ലാ എറണാകുളത്തു നിന്ന് വരെയും ഒരുപാട് കസ്റ്റമേഴ്സ് സാധനം കുറഞ്ഞ വിലയ്ക്ക് നല്ലൊരു സ്മാർട്ട് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് വന്നെത്തുന്ന അവസാനത്തെ ഒരു ഷോപ്പാണ് ഭീമാപള്ളി മൊബൈൽ ഷോപ്പ്, HDK മൊബൈൽ ഷോപ്പ്. ഇവിടെ ഇന്നും ഒരുപാടൊന്നുമില്ല, എന്തായാലും അത്യാവശ്യം കുറച്ച് നല്ല വാറണ്ടിയുള്ള സ്മാർട്ട് ഫോണുകൾ, അതും ബില്ലോടുകൂടി നല്ല കമ്പനി വാറണ്ടിയോടെ 1 ഇയർ വാറണ്ടിയോടെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക്. ഇപ്പോൾ ഒരുപാട് വിളിക്കുന്നത് ടാബിന് വേണ്ടിയിട്ടാണ്. ടാബിന് വേണ്ടി ഒരുപാട് വാട്സപ്പിലും ഒരുപാട് മെസ്സേജ് വന്ന് കിടപ്പുണ്ട് ടാബിന് വേണ്ടിയിട്ട്. ഇപ്പം യൂട്യൂബ് വർക്കാവുന്ന ടാബിനാണ് ഒരുപാട് വിളിക്കുന്നത്. അങ്ങനെ കുറച്ച് ടാബ് നമ്മുടെ ഷോപ്പിൽ ഇതാണ്ട് ഇപ്പം ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. എല്ലാം വാറണ്ടിയുള്ള പീസുകളാണ് അല്ലേ? ണ്ടല്ലോ വാറണ്ടി ഉള്ള പീസാണ്, ജസ്റ്റ് സീൽഡ് പീസാണ്. കമ്പനി വാറണ്ടിയാണ്, നമ്മളെ വാറണ്ടി അല്ല. 10 ദിവസമോ 1 മാസമോ അല്ല, 1 ഇയർ വാറണ്ടിയോടെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ ഇത് ഏതിൻ്റെ ടാബ്? ലിനോവയുടെ ടാബ് M10 HD. അപ്പം ഇത് എല്ലാ പ്രാവശ്യത്തെ പോലെ ഒരു കിഡിലെ ഓഫറുണ്ട്. iPhone 11 5000 രൂപയ്ക്കുണ്ട്, 15000 രൂപയ്ക്കും നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണം. അതിൻ്റെ ഒരു കംപ്ലയിൻ്റ് ഇല്ലാതെ എന്തായാലും 5000 രൂപയ്ക്ക് നമ്മൾ കൊടുക്കൂല. നമ്മൾ ഒരു വീഡിയോയിലും നല്ല പക്ക കണ്ടീഷൻ എടുത്ത് വെച്ചിട്ട് 5000 രൂപയ്ക്ക് തന്നിട്ടില്ല. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം 5000 രൂപയ്ക്ക് ഗൈസ് iPhone 11 ഭയങ്കര തള്ളുന്നു. ഇപ്പം സംസാരമുണ്ട് അല്ലേ? ഞാൻ ഭയങ്കരമായിട്ട് തള്ളി മറിക്കുകയാണെന്ന് ഗൈസ്. 2 പീസും എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ. iPhone 11 2 പീസും ഉണ്ട്. ഇത് രണ്ടും ഇരട്ട വെറ്റ മക്കളാണ്. പക്ഷേ ഇത് ഒന്ന് വന്നിട്ട് 5000 രൂപയും ഒന്ന് 15000 രൂപയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണേ. അതിന് മുമ്പ് ഒരുപാട് വിളിച്ച് ചോദിക്കുന്ന ലാപ്ടോപ്പല്ല ടാബ്, 10 ഇഞ്ചിൻ്റെ ടാബ് ഇപ്പോൾ ഒരുപാട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് സീൽഡ് പീസാണ്, കമ്പനി വാറണ്ടിയാണ്. നമ്മുടെ വാറണ്ടി അല്ല, നമ്മൾ നിങ്ങൾക്ക് തരുന്ന വാറണ്ടി അല്ല, ഇത് കമ്പനി നിങ്ങൾക്ക് തരുന്ന വാറണ്ടിയോടെ നിങ്ങൾക്ക് വാങ്ങാം. ഫുൾ സീൽഡ്. ഇപ്പോൾ എത്ര പീസ് ഉണ്ട്? ഇത് വില കുറച്ച് കൊടുക്കാൻ പറ്റുമല്ലോ അല്ലേ? പിന്നെ നിങ്ങൾ വിളിച്ച് നോക്ക്, നിങ്ങൾക്ക് പറ്റുന്ന ഒരു വിലയാണെങ്കിൽ മാത്രം. ഒരു എങ്ങനെ പോയാലും ഒരു 8000 രൂപ പ്രതീക്ഷിക്കാം അല്ലേ? ഒരു 8 രൂപ റേഞ്ചൊക്കെ നിങ്ങൾക്ക് ഫ്രഷ് പീസ്, നമ്മൾ യൂസ്ഡ് സാധനമല്ല. യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾ ഒരുപാട് ചോദിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ സീൽഡ് പീസ്. അതേപോലെ സാംസങ്ങിൻ്റെ ഉണ്ട്. ഇതും ജസ്റ്റ് ഓപ്പൺ പീസോ അങ്ങനെയൊന്നുമല്ല, ഫുൾ സീൽഡാണ് അല്ലേ? അപ്പം ഇത് നിങ്ങൾക്ക് ഇതും ഒരു 8-9 രൂപ റേഞ്ചിൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം. ടാബ് ഇപ്പോൾ ഇത്രയല്ല, ഇതിലും വേറെയും പീസുകളുണ്ടായിരുന്നു. 2-3 പീസ് പോയി, 8 രൂപ റേഞ്ചിൽ തന്നെ പോയി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പൺ പീസാണ്. ഇത് ജസ്റ്റ് ഇത്തിരി പോലും ജസ്റ്റ് ഒന്ന് 1 മാസം വാങ്ങിയിട്ട് 1 മാസമായി. ഇത് സിമ്മിട്ട് ഉപയോഗിച്ചിട്ടില്ല, സീലും പൊട്ടിച്ചിട്ട് സിമ്മിട്ട് ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ലൈപ്പോയി അല്ലേ? പക്ഷെ വാറണ്ടി സ്റ്റാർട്ടായിട്ടില്ല, സിം ഇട്ടിട്ടില്ല. അപ്പം ഇത് ഈ മാസം, കഴിഞ്ഞ മാസം 5-ാം മാസം 1 മാസം ആയിട്ടില്ല വാങ്ങിയിട്ട്. ഇന്ന് ഡേറ്റ് എത്ര? 11 കഴിഞ്ഞ മാസം 20/5/2025 വാങ്ങിയതാണ്. 1 മാസം ആയിട്ടില്ല. ജസ്റ്റ് കവറിൽ നിന്ന് പുറത്തിറങ്ങി ജോസ് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. സിം ഇട്ടിട്ടില്ല. നോട്ട്, സിം ഇട്ടിട്ടില്ല. ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ്. കളറുള്ള അല്ലേ? പോളി ഗൈസ്. ഇത് ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് സാധനം. ക്യാമറ പെർഫോമൻസ് കൊള്ളാം. വേറെ ഇത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കണോ? വേണ്ട. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് അതിൻ്റെ കേബിളെല്ലാം അങ്ങനെ ഇരിപ്പുണ്ട്, വെളിയിൽ എടുത്തിട്ടില്ല സാധനം. ഈ ഒരു കണ്ടീഷനിൽ ഗൈസ് ഒരു 20,000 രൂപ. ഇതൊന്നിട്ട് എത്ര? 26,000. ഫുൾ ക്യാഷ് ബില്ല് കൊടുത്ത് വാങ്ങിച്ചതാണ്. 26,000. സിം പോലും ഇട്ടിട്ടില്ല. പിന്നെ എന്തിനടെ നീയൊക്കെ ഫോൺ എടുത്തതെന്ന് ചോദിച്ചാൽ എന്ത് പറയുമെന്ന്? സിം ഇടാതെ പൈസ കൊടുത്ത് ഫോൺ എടുത്തിട്ട് 6,000 രൂപ കുറച്ച് മറിച്ചടിക്കണ് ഗൈസ്. അപ്പോൾ അതെന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ 20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ബില്ലിന് 6,000 രൂപ കുറച്ച് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്ത് തരാം. വിത്ത് അതിൻ്റെ പൗച്ച് കൂടെ ഉണ്ടേ. അതിൻ്റെ കൂടെ വരുന്ന എല്ലാ ആക്സസറീസും ബില്ല് ഉൾപ്പെടെ കൊറിയർ ചെയ്യണമെങ്കിൽ നമ്മൾ കൊറിയർ ചെയ്ത് തരും. പിന്നെ ഒരു ഓപ്പോയുടെ റെനോ 10 Pro 5G
ഇത് ജസ്റ്റ് യൂസിലൊന്നുമല്ല, നല്ല ഉപയോഗിച്ച് തകർന്ന് തരിപ്പണമായിട്ട് ഇരിക്കുന്ന സാധനമാണ്. കൊള്ളാം, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ, ക്ലീൻ പീസാണ് ഗൈസ്. ഇത് വന്നിട്ട് 14,000 രൂപയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 256 സ്റ്റോറേജ്, 12GB റാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഗൈസ് iPhone 11 ആണ്. 11ലേക്ക് അങ്ങ് പോവാമേ. ഇതിലേതാണ് വർക്കിംഗ്? ഇത് വർക്കിംഗ് കേസ്. ഇത് വന്നിട്ട് ഇത് പക്ക വർക്കിംഗ് ആണ് കേട്ടോ. ഡിസ്പ്ലേ ഒറിജിനലാണ്. ബാറ്ററി വന്നിട്ട് 87 ഉണ്ട്. ബാറ്ററി ഹെൽത്ത് 87 ബാറ്ററി ഹെൽത്ത് ഉണ്ട് ഗൈസ്. 15,000 രൂപയാണ് പ്രൈസ് വരുന്നത്. 15,000 രൂപയാണ്. ഇത് വേറെ കംപ്ലൈൻ്റ് ആയിട്ട് എടുത്ത് പറയാനൊന്നുമില്ല, ക്ലീൻ പീസ്. കമ്പനി ഒടിച്ച് മറ്റേ ഈ സ്റ്റിക്കർ ഉണ്ടല്ലോ, ആ സ്റ്റിക്കർ അങ്ങനെ ഇരിപ്പുണ്ട്. ആ ഒരു ഇതുമില്ല, കംപ്ലൈൻറ്റ് പറയാൻ യാതൊരു സംഭവമില്ല. 15,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യാം. പിന്നെ ഇതിൽ ഒരു പീസ് ഉണ്ട് 11ൽ തന്നെ 256 സ്റ്റോറേജ് വരുന്നതുകൊണ്ട് 14,000 രൂപയാണ് പ്രൈസ് വരുന്നത്. അത് വന്നിട്ട് 256 സ്റ്റോറേജ്, ഡിസ്പ്ലേ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇതുണ്ട് iPhone 11 തന്നെയാണ്. ഇത് വന്നിട്ട് സെയിം സാധനം തന്നെയാണ്. നമ്മൾ ഡിസ്പ്ലേ ഒക്കെ ഇട്ട് നോക്കി ഇത് ഓൺ ആകുന്നുണ്ട് സംഭവം. ജസ്റ്റ് ഒന്ന് ഓൺ ആവുന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഓണായി ഒന്ന് വരും, ടക്കനങ്ങ് ഓഫായി പോകും. ഇത്രയേ ഉള്ളൂ. ഈ ഒരു കണ്ടീഷനിൽ ബോർഡാണ് കംപ്ലൈൻറ്റ്. ബൂട്ടായി കയറുന്നില്ല സാധനം. ബാറ്ററിയൊക്കെ പക്കയാണ്. ബാറ്ററി എല്ലാം ചെക്ക് ചെയ്തല്ല, ബാറ്ററി എല്ലാം ഇവിടെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ബാറ്ററിയും ഡിസ്പ്ലേ എല്ലാം പക്കയാണ്. കേസും ഒറിജിനൽ കേസ്, ഒരു സ്ക്രാച്ച് ഇല്ല. നോക്കിയാണ്, ഒറ്റ സ്ക്രാച്ച് ഇല്ല ഗൈസ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ബോർഡ് കംപ്ലൈൻ്റ് ആണ്. ബോർഡ് ഓണായി എല്ലാം വരും, കുറച്ച് ഒരു 1-2 സെക്കൻഡ് ഇങ്ങനെ നിൽക്കും, ടക്കനങ്ങ് ഓഫായി പോകും. ഈ ഒരു പ്രശ്നം നിങ്ങൾ പരിഹരിക്കാൻ പറ്റുമെങ്കിൽ 5,000 രൂപയ്ക്ക് വാങ്ങിച്ച് നിങ്ങൾ തന്നെ നമ്മൾ വാങ്ങിച്ച കണ്ടീഷൻ ഇതാണ്. 5,000 രൂപയ്ക്ക് നമ്മൾ എടുത്തതാണ് 5,000 രൂപയ്ക്ക്. ഇനി എത്ര രൂപയാണെന്നുള്ളത് നിങ്ങൾക്ക് പറ. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഇത് കിട്ടില്ല, ഇത് നല്ലൊരു ഓഫർ അല്ലേ ഇത്? 5,000 രൂപയ്ക്ക് iPhone 11 നിങ്ങൾ റെഡിയാക്ക് അല്ലേ? നമ്മൾ റെഡിയാക്കേണ്ട എക്സ്പെൻസ് ഒക്കെ കൂടി വലിയൊരു എമൗണ്ട് ആവും. ഇതാകുമ്പോൾ നമുക്ക് 5,000 രൂപയ്ക്ക് ഓഫർ പ്രൈസ് ഇട്ട് നിങ്ങൾക്ക് തന്നെയൊക്കെ തരല്ലേ? നിങ്ങളത് എടുക്കുകയോ റെഡിയാക്കുകയോ എന്തൊരു വേണോലും ചെയ്തോ. 5,000 രൂപയ്ക്കാണ് iPhone 11. ഒരിടത്തും കിട്ടത്തില്ല. ഈ ഡെഡ് കണ്ടീഷനിൽ വരെ നല്ലൊരു എമൗണ്ട്. ഡിസ്പ്ലേക്ക് തന്നെ നല്ലൊരു എമൗണ്ട് ആവൂലേ? ഡിസ്പ്ലേക്ക് തന്നെ നല്ലൊരു എമൗണ്ട് ആവും. അപ്പം ഫുൾ കണ്ടീഷനാണ്. ഡിസ്പ്ലേ ഒക്കെ പക്ക ഒറിജിനൽ ഡിസ്പ്ലേ ആണ്. ബാറ്ററിയും ഒറിജിനലാണ്. അപ്പം ബോർഡ് നിങ്ങൾക്ക് ആ ഒരു ഓഫായി പോകുന്ന 2 മിനിറ്റ് അത് കഴിഞ്ഞാൽ ഓഫായി പോകുന്ന കംപ്ലൈൻറ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം 5,000 രൂപ കൊടുത്ത് ഇത് വാങ്ങിച്ചോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. കൂടുതൽ നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തോട്. നെക്സ്റ്റ് ഇതിൽ കിട്ടിയൊരു ഓഫർ വീഡിയോ ആയിട്ട് വീണ്ടും വരും. ബൈ.